ഹായ് ഹലോ വെൽക്കം ടു റെഡി സ്റ്റഡി ഗോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ELTയിലെ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇൻട്രൊഡക്ഷൻ ടു ELTയിൽ വരുന്ന ബാക്കിയുള്ള ടോപ്പിക്സാണ്. അതിനു മുമ്പായി ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം അക്വിസിഷൻ ആൻഡ് ലേണിംഗ്. അക്വിസിഷൻ ആൻഡ് ലേണിംഗ് എന്ന് പറയുന്നത് ELTയിൽ നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പാക്കുന്ന രണ്ട് ടേംസാണ് അക്വിസിഷൻ ആൻഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം, അക്വിസിഷൻ. അക്വിസിഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ലാംഗ്വേജ് സ്വാഭാവികമായിട്ട് പഠിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് അക്വിസിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുട്ടികൾ മാതൃഭാഷ എങ്ങനെ പഠിക്കുന്നുവോ അതുപോലെ തന്നെയാണ് ഈ ഒരു അക്വിസിഷൻ. അതുപോലെ തന്നെ നമ്മൾ വളരെയധികം സംസാരിക്കുന്നതിനോടൊപ്പം ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേഷനിലൂടെ ഇതൊരു സ്വയം പഠിക്കപ്പെടുന്ന രീതിയാണ് ആക്ച്വലി. ഓക്കെ, നമ്മളിത് ബോധപൂർവം പഠിക്കുന്ന ലാംഗ്വേജ് അല്ല. കാരണം നമ്മൾ അതിൻ്റെ ഗ്രാമാറ്റിക്കൽ റൂൾസോ അല്ലെങ്കിൽ മറ്റു നിയമങ്ങളോ ഒന്നും നോക്കാതെയാണ് നമ്മൾ ഗ്രാജ്വലി ഡെവലപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി അക്വിസിഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായും അറിയാതെ നടക്കുന്ന ലാംഗ്വേജ് ലേണിംഗ് ആണെന്ന്. അപ്പോൾ സെക്കൻഡ് വൺ നോക്കാം, ലേണിംഗ്. ലേണിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നമ്മളതെന്താ ചെയ്യുന്നത്, ബോധപൂർവമായിട്ട് ലാംഗ്വേജ് ലേൺ ചെയ്യുന്നതിനെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ക്ലാസ് റൂം സെറ്റിങ്സിൽ ഇരുന്നിട്ട് ലേൺ ചെയ്യുന്നത്, പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് വെച്ചിട്ട് ലേൺ ചെയ്യുന്നത്, ഓൺലൈൻ കോഴ്സസ്, മറ്റ് എഡ്യൂക്കേഷണൽ റിസോഴ്സസ്, ഇതിലൂടെ ലേൺ ചെയ്യുക. അക്വിസിഷനും ലേണിങ്ങും രണ്ടും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിന്. നെക്സ്റ്റ് ടോപ്പിക്, ഇംഗ്ലീഷ് ആസ് ആൻ ഇൻ്റർനാഷണൽ ലാംഗ്വേജ് നോക്കാം. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ട് മാറിയിട്ടുണ്ട്. നമുക്കൊരു ഡൗട്ടും ഇല്ലാതെ പറയാൻ പറ്റും അതൊരു ഗ്ലോബൽ ലാംഗ്വേജ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ നോക്കുകയെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് കൾച്ചറായിരിക്കാം, ഡിഫറെൻറ്റ് കൺട്രീസ് ആയിരിക്കാം, ഡിഫറെൻറ്റ് കോണ്ടിനെൻ്റ് ആയിരിക്കാം. പക്ഷേ എല്ലാത്തിലും ഉപരി നമ്മൾ കോമൺ ലാംഗ്വേജ് ആയിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, ഇംഗ്ലീഷ് ആയിരിക്കും. 1.5 ബില്യണിലധികം ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, ബിസിനസ്, ടെക്നോളജി, സയൻസ്, എൻ്റർടൈൻമെൻറ്റ്, ഇതിലൊക്കെ ഇംഗ്ലീഷ് ഒരു സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് ഒരു ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ആയിട്ട് മാറാൻ ഹിസ്റ്റോറിക്കൽ, കൾച്ചറൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സൊക്കെ അതിനൊരു റീസണായി. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഗ്ലോബലി സ്പ്രെഡ് ആവാൻ ഒരുപാട് റീസൺസ്, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിലൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇൻഫ്ലുവൻസ് ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ. രണ്ടാമത്തെന്ന് പറയുന്നത് യുഎസിൻ്റെ ഡോമിനൻറ്റ് ഗ്ലോബൽ പവർ. ഇത് രണ്ടും ആണ് പ്രധാനപ്പെട്ട രണ്ട് ഫാക്ടേഴ്സ് ഇത്രയും ഒരു റൈസ് ഉണ്ടാവാൻ കാരണം ഇംഗ്ലീഷ് ലാംഗ്വേജിന്. അതുപോലെ 19th and 20th സെഞ്ച്വറിയിൽ ബ്രിട്ടീഷ് കൊളോണിയലിസം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. ഇതെന്ത് ചെയ്തു, ഇംഗ്ലീഷ് പല രാജ്യങ്ങളിലും സ്പ്രെഡായി. ഓക്കെ, കൂടാതെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അമേരിക്കൻ കൾച്ചർ, മീഡിയ, ടെക്നോളജി ഇതെല്ലാം ഗ്ലോബലി സ്പ്രെഡായി. ഇതെന്ത് ചെയ്തു, ഇംഗ്ലീഷിൻ്റെ കൂടുതൽ വ്യാപനത്തിന് സഹായകമായി. ഇൻ്റർനാഷണൽ ബിസിനസ്, ട്രേഡ്, കൊമേഴ്സ് ഇവിടെയൊക്കെ ഒരു ലിംഗോ ഫ്രാങ്ക എന്ന് പറഞ്ഞാൽ ഒരു ആശയവിനിമയ ഭാഷയായിട്ട് ഇംഗ്ലീഷ് എന്ത് ചെയ്തു, നിലനിന്നു. നമ്മുടെ ഇന്നത്തെ വേൾഡ് എന്ന് പറയുന്നത് ഇന്ത്യ കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഇംഗ്ലീഷ് പ്രൊഫഷൻസി വേണം. എന്നാലും മാത്രമാണ് നമുക്ക് എന്തുണ്ടാവുള്ളൂ, ഹയർ എഡ്യൂക്കേഷനിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പിന്നെ എംപ്ലോയ്മെൻറ്റിന്, അതുപോലെ ഗ്ലോബൽ എക്കോണമിയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എല്ലാത്തിനും എന്ത് വേണം, ഇംഗ്ലീഷ് പ്രൊഫഷൻസി നിർബന്ധമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഓരോ ഇൻഡിവിജ്വൽസും ഇംഗ്ലീഷ് ലേണിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല നമ്മളുടെ സയൻസ്, ടെക്നോളജി, അക്കാദമിയ ഇവിടെയൊക്കെ ഇംഗ്ലീഷിൻ്റെ റോൾ എന്ന് പറയുന്നത് ഒരു പ്രൈമറി ലാംഗ്വേജ് ആയിട്ടാണ് ഇംഗ്ലീഷ് നിലനിൽക്കുന്നത്. എങ്കിലും ഈ ഒരു ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷിന് ചില പ്രശ്നങ്ങളും ചർച്ചകളും ഉണ്ട്. ചില ക്രിട്ടിക്സ് പറയുന്നു ഇംഗ്ലീഷ് കൂടുതൽ ഇതുപോലെ സ്പ്രെഡായാൽ എന്ത് ചെയ്യും, മറ്റു ഭാഷകൾ അതുപോലെ കൾച്ചേഴ്സ് ഇതൊക്കെ എന്താവും, അപ്രതീക്ഷിതമാകാൻ സാധ്യതയുണ്ടെന്നാണ് ചില ക്രിട്ടിക്സ് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരേ രീതിയിൽ ഇംഗ്ലീഷ് പഠിക്കാനോ ഇംഗ്ലീഷ് പഠന സൗകര്യം ലഭിക്കാനോ കഴിയില്ല. അപ്പോൾ അതെന്ത് ചെയ്യും, സമൂഹത്തിൽ ഇനിക്വാളിറ്റി കൂടാൻ കാരണമാകും. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുന്നതും ഉപയോഗിക്കുന്നതൊക്കെ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, മറ്റ് ലാംഗ്വേജസിനെയും മറ്റ് കൾച്ചേഴ്സിനെയും കൂടി അതിനെയും കൂടി പ്രിസർവ് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് നോക്കാം, റീസൺസ് ഫോർ ദ സ്പ്രെഡ് ഓഫ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്പ്രെഡ് ആവാൻ ഒരുപാട് റീസൺസ് ഉണ്ട്. ഇവിടെ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 റീസൺസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വണ്ണാണ് ഹിസ്റ്റോറിക്കൽ കൊളോണിയലിസം. 19th and 20th സെഞ്ച്വറിയിൽ നമുക്കറിയാം ബ്രിട്ടീഷ് എംപയറിൻ്റെ എക്സ്പാൻഷൻ. അപ്പോൾ അവർ പിടിച്ചെടുത്തിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ ഇംഗ്ലീഷ് എന്തായത് പ്രധാനപ്പെട്ട ഭാഷയായിട്ട് മാറി. പല കൺട്രീസും ഇംഗ്ലീഷിനെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിച്ചു. രാജ്യങ്ങൾ സ്വതന്ത്രമായിട്ടും ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ യൂസ് തുടർന്നു കൊണ്ടിരുന്നു.
സെക്കൻഡ് വൺ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്. അതായത് വേൾഡ് വാർ ടൂവിന് ശേഷം അമേരിക്ക എന്ന് പറയുന്നത് ഒരു ഡോമിനൻ്റ് ഗ്ലോബൽ സൂപ്പർ പവറായിട്ട് എമേർജ് ചെയ്തു. അമേരിക്കയുടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ലോകത്ത് എല്ലായിടത്തും ഉണ്ടായി. അപ്പോൾ ഈ ഒരു അമേരിക്കൻ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് എന്ത് ചെയ്തു, ഇംഗ്ലീഷ് ഭാഷയെ ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഇൻ്റർനാഷണൽ ലാംഗ്വേജായിട്ട് മാറാൻ ഹെൽപ്പ് ചെയ്തു. തേർഡ് വൺ എക്കണോമിക് പവർ. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ബിസിനസ് ആയിക്കോട്ടെ, ട്രേഡ്, ഫിനാൻസ് ഇതിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ലാംഗ്വേജാണ്. അതുപോലെ തന്നെ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്, ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇംഗ്ലീഷ് ഒരു പ്രൈമറി ലാംഗ്വേജ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമുക്കൊരു ജോലി കിട്ടാനും പിന്നെ നമ്മളുടെ ഒരു ഗ്രോത്തിനൊക്കെ ഇംഗ്ലീഷ് അറിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഫോർത്ത് വൺ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്. ഇന്ന് നമുക്കറിയാം ഇൻ്റർനെറ്റും ഡിജിറ്റൽ ടെക്നോളജീസൊക്കെ വന്നത് കാരണം ഇംഗ്ലീഷ് എന്ത് ചെയ്തു, കൂടുതൽ സ്പ്രെഡായി. ഇന്ന് കൂടുതൽ വെബ്സൈറ്റുകളും ആപ്ലിക്കേഷനുകളിലൊക്കെ എന്താണ്, ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. ഇപ്പം നമുക്ക് ഓൺലൈനിൽ ചാറ്റ് ചെയ്യാനും പഠിക്കാനും ജോലി ചെയ്യാനൊക്കെ എന്ത് ചെയ്യണം, ഇംഗ്ലീഷ് അറിയണം. അതുകൊണ്ടാണ് ഇന്ന് ഇംഗ്ലീഷിൻ്റെ ഇമ്പോർട്ടൻസ് കൂടുതലായത്. ഫിഫ്ത്ത് വൺ കൾച്ചറൽ ഇൻഫ്ലുവൻസ്. അതായത് ഇംഗ്ലീഷ് ഫിലിംസ്, മ്യൂസിക്, ലിറ്ററേച്ചർ, ടെലിവിഷനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ലോകമെമ്പാടുമുള്ള ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൂടെ അമേരിക്കയും ബ്രിട്ടനും എന്ത് ചെയ്യുന്നത്, അവരുടെ കൾച്ചറാണ് പ്രചരിപ്പിക്കുന്നത്. സിക്സ്ത് വൺ ഇൻ്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂറിസം. ഇപ്പോൾ നമുക്കറിയാം ഇൻ്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു പ്രൈമറി ലാംഗ്വേജാണ്. ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ ഒരുപാട് മില്യൺസ് ഓഫ് ടൂറിസ്റ്റുകളെയാണ് അട്രാക്റ്റ് ചെയ്യുന്നത്. എയർപോർട്ട്സ്, ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ് ഇവിടെയൊക്കെ എന്ത് വേണം, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പലപ്പോഴായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേഷന് ഇംഗ്ലീഷാണ് യൂസ് ചെയ്യുന്നത്. സെവൻത്ത് വൺ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു ഹയർ എഡ്യൂക്കേഷന് പോകാമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ഡോമിനൻ്റ് ലാംഗ്വേജ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം വലിയ യൂണിവേഴ്സിറ്റീസും അക്കാദമിക് ജേർണൽസൊക്കെ ഇംഗ്ലീഷിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യും, ബാക്കിയുള്ള ലിംഗ്വിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളെയും സ്കോളേഴ്സിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഇംഗ്ലീഷ് പ്രൊഫഷൻസി ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് ടോപ്പ് യൂണിവേഴ്സിറ്റീസിലൊക്കെ അഡ്മിഷൻ കിട്ടാനൊക്കെ ഇംഗ്ലീഷ് അറിയണം എന്നുള്ളത് നിർബന്ധമാണ്. എയ്ത്ത് വൺ ഡിപ്ലോമസി ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ്. ഇപ്പോൾ നമുക്കറിയാം മൾട്ടിനാഷണൽ ഓർഗനൈസേഷൻസ് ആയിട്ടുള്ള യുണൈറ്റഡ് നേഷൻസ്, നേറ്റോ ആൻഡ് ദ വേൾഡ് ബാങ്ക് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവരൊക്കെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. അപ്പോൾ ഇതിലൂടെ നേഷൻസ് തമ്മിൽ ഒരു കോപ്പറേഷൻ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ മൈഗ്രേഷൻ ആൻഡ് ഡയസ്പോറ കമ്മ്യൂണിറ്റീസ്. അതായത് നമ്മൾ ഒരു ഇംഗ്ലീഷ് സംസാരിക്കുന്ന കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം, ഇംഗ്ലീഷിൽ ഒരു നോളജ് ഉണ്ടാവണം. കാരണം നമുക്ക് അവിടെ ജോലി നേടാൻ അല്ലെങ്കിൽ അവിടെ ആ ഒരു സൊസൈറ്റിയോട് ചേർന്ന് ജീവിക്കാൻ നമുക്ക് എന്ത് വേണം, ഇംഗ്ലീഷ് പ്രൊഫഷൻസി നിർബന്ധമാണ്. ഗ്ലോബലൈസേഷനിലൂടെ നേഷൻസ് തമ്മിൽ കൂടുതൽ ഇൻ്റർ കണക്റ്റഡായി. അതുകൊണ്ട് തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു കോമൺ ലാംഗ്വേജ് വേണം. ആ ഒരു കോമൺ ലാംഗ്വേജ് ആയിട്ട് എന്ത് മാറി, ഇംഗ്ലീഷ് മാറി. അപ്പോൾ ഇത് ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളോട്, ഡിഫറെൻറ്റ് ലിംഗ്വിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരോട് ഇൻട്രാക്ട് ചെയ്യാനൊക്കെ കൂടുതൽ സഹായകമായി. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.